ഇന്ന് എന്ത് ചെയ്തിട്ടായാലും എന്റെ ആദിശേഷനെ എനിക്ക് കണ്ടേ പറ്റൂ. അവനോട് എനിക്ക് സംസാരിച്ചേ പറ്റൂ. ഈ ദേഹമുള്ളതുകൊണ്ടല്ലേ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് നാഗരൂപത്തിലാകുന്നത്. ഈ ദേഹം തന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇന്നെന്റെ ദേഹം ഞാൻ ഇവിടെ ഉപേക്ഷിച്ച് ആത്മാവ് മാത്രമായി വേണം പോകാൻ. അപ്പോൾ ആരെന്ത് തന്നെ ചെയ്താലും ദേഹമില്ലാത്ത ആത്മാവിന് ഒന്നും സംഭവിക്കില്ല. ആദിശേഷ, നിന്നെ കാണാനുള്ള മോഹം ഇപ്പോൾ വല്ലാതെ ഏറിയിരിക്കുന്നു. അതിനാൽ ഞാൻ ദേഹം ഇവിടെ ഉപേക്ഷിച്ച് ആത്മാവ് മാത്രമായി നിന്റെ അടുത്തേക്ക് വരികയാണ്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ആദിശേഷ, ഞാൻ രക്ഷ നേടി. ദിഗ്ബന്ധനം താണ്ടി ഞാൻ രക്ഷ നേടി. ഞാൻ രക്ഷ നേടി ആദിശേഷ. ഞാൻ വെറും ആത്മാവാണ്. അതായിരിക്കും അകത്ത് കടക്കാനാവാത്തത്. അതോ മറ്റേതെങ്കിലും ശക്തി എന്നെ തടുത്തു നിർത്തുന്നതായിരിക്കുമോ? എന്ത് തന്നെ ആയാലും എന്റെ ആദിശേഷനെ എനിക്കിന്ന് കണ്ടേ മതിയാകും. എല്ലാം ഞാൻ പടപടയെന്ന് പറഞ്ഞ് ചെയ്യും. മുതലാളി പറഞ്ഞ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നാളെ തന്നെ എടുത്തു തരാന്നേ. തൃശ്ശൂർ അത് കണ്ടോ? ആരാ ചെയ്ത്? ആരാന്ന് നോക്കാം നമുക്ക്. ഒച്ച ഉണ്ടാക്കരുത്. അച്ഛൻ ആ വഴി പൊക്കോ, ഞാൻ ഈ വഴി വരാം. ശരി, ഞാൻ ചെയ്യും. അച്ഛൻ എന്താ ഇപ്പൊ സംഭവിച്ചത്? എന്താ ഞാൻ കണ്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സെക്യൂരിറ്റി, അവിടെ അവിടെ ആരും ഉണ്ട്. ഏയ് തൃശ്ശൂർ, എന്റെ ആദിശേഷൻ അവിടെ തന്നെയുണ്ട്. പക്ഷെ അവന്റെ മുഖമൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ.
വാ നമുക്ക് പോവാം. വീര, ശൂര, എവിടെയാ നിങ്ങള്? ഇങ്ങോട്ടൊന്ന് വന്നേ. വീര, എന്താ? ശിവാനി ആദിശേഷന്റെ വീട്ടിലേക്കെന്നും പറഞ്ഞു പോയതാ. പക്ഷേ കുറച്ചു നേരമായി അവളുമായിട്ടുള്ള കോണ്ടാക്ട് മിസ്സായിരിക്കുക. എന്റെ മാജിക് സ്ക്രീനിൽ കൂടി പോലും അവൾ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെ അവൾ എന്തെങ്കിലും അപകടത്തിലായിരിക്കും. ആയിരിക്കാം. അതെന്താണെന്ന് ആവുന്നത്ര വേഗത്തിൽ കണ്ടുപിടിച്ച് നമുക്ക് അവളെ രക്ഷിച്ചേ പറ്റൂ. നമുക്ക് നമ്മുടെ ശക്തികളെല്ലാം ചേർത്ത് ഒരു മാജിക് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യാം. വാ. വീര, ശൂര, അത് കണ്ടോ? ശിവാനി എവിടെയും കാണുന്നില്ല. അങ്ങനെയാണേ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചിരിക്കും. അങ്ങനെയെന്ന് പറഞ്ഞ ശിവാനി അവളുടെ ദേഹം ഉപേക്ഷിച്ചിരിക്കാം. എക്സാക്ട്ലി. ആത്മാവും ദേഹവും വേറെ ആയി കഴിഞ്ഞാൽ മാത്രമേ ശിവാനിയെ ഈ മാജിക് സ്ക്രീനിൽ കാണാതിരിക്കാനാകൂ. ശിവാനി എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അവള് ദേഹം വിട്ട് എങ്ങോട്ടാ പോയത്? അവൾ എവിടെയാണെങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും. അത് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നില്ല. നമുക്കിനിയുള്ളത് ഒരേ ഒരു വഴിയാ. ചക്രപൂജയുടെ സഹായത്തോടെ ശിവാനി എവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിക്കാം. അയ്യോ പരമേശ്വര, എന്റെ ദേഹം ഞാൻ ഇവിടെ വിട്ടിട്ട് പോയതാണല്ലോ. പക്ഷേ എവിടെ പോയി എന്റെ ദേഹം? എവിടെ പോയി? അതെനിക്ക് മനസ്സിലാവാത്ത രാജു. ഇനി തലയടിച്ചെങ്ങാനും വീണതാണോ? ഒരു മുറിവ് പോലും കാണുന്നില്ല. ഒരിറ്റ് രക്തം പോലും പൊടിഞ്ഞിട്ടില്ല. എന്നിട്ടും ഈ കൊച്ചെങ്ങനെ മരിച്ചെന്നാ? തലയടിച്ച് വീണതാണോ അതോ പേടിച്ചതാണോ? ചിലരുടെ ഹാർട്ട് വളരെ വീക്കായിരിക്കും. ചെറുതായിട്ടൊന്ന് പേടിച്ചാൽ മതി. ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ചേച്ചേ, എന്തായാലും നല്ലൊരു കൊച്ചിന്റെ ജീവൻ പോയി. പരമേശ്വര, എവിടെയും കാണുന്നില്ലല്ലോ. എവിടെ എന്റെ ദേഹം? എന്റെ ദേഹം എവിടെയാണെന്നുള്ളത് എത്രയും പെട്ടെന്ന് എനിക്ക് കണ്ടെത്തിയേ മതിയാകൂ. അതിനായി എനിക്ക് നീലിയുടെയും മറ്റുള്ളവരുടെയും സഹായം കൂടിയേ തീരൂ. പെട്ടെന്ന് അവരുടെ അടുത്ത് എത്തണം. നീലി, ശിവാനി, എന്തു പറ്റി? എന്താ ഈ രൂപത്തിൽ? നമ്മൾ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചല്ലോ. ശിവാനി ദേഹം വെടിഞ്ഞതിനാലാ നമുക്ക് സമ്പർക്കത്തിൽ കിട്ടാതിരുന്നത്. അതെ ശിവാനി, എന്തിനാണ് നീ ദേഹം വെടിഞ്ഞത്? ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്റെ ആദിശേഷനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതിനാലാണ് ദേഹം വിട്ട് ആത്മാവായി മാത്രം പോയി ആ ഗൃഹത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ഞാൻ തീരുമാനിച്ചത്. പക്ഷെ അത് നടന്നില്ല നീലി. അത് നടന്നില്ലെങ്കിൽ കൂടി ദേഹമായിട്ടല്ലേ വരേണ്ടിരുന്നത്. ആത്മാവ് എന്തിനാ വന്നേ? അത് പറയാനാ ഞാൻ ഇവിടേക്ക് ഓടി വന്നത്. ഞാൻ ദേഹം ഉപേക്ഷിച്ച സ്ഥലത്ത് തിരിച്ചു ചെന്ന് നോക്കിയപ്പോൾ അവിടെ എന്റെ ദേഹം ഉണ്ടായിരുന്നില്ല. എല്ലാം അറിയാമായിരുന്നിട്ടും എന്തിനാ ഇങ്ങനെ ചെയ്തത് ശിവാനി? ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നീലി? ഞാൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും എന്റെ ആദിശേഷനെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ അവസാനമായി ഇങ്ങനെ ഒരു പരിശ്രമം നടത്തിയത്. പക്ഷെ പാഴായി പോയി. ശിവാനി, നിന്റെ ദേഹം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും? എത്ര നോക്കിയിട്ടും എന്റെ ദേഹം തിരിച്ചു കിട്ടിയില്ല നീലി. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ദ്രജാലവും മണ്ഡലജാലവും ഉപയോഗിച്ച് എന്റെ ദേഹം കണ്ടെത്താനായി ഞാൻ ഇവിടേക്ക് വന്നത്. നീലി, നമ്മൾ വൈകും തോറും അപകടം കൂടിക്കൊണ്ടിരിക്കുക.
വേഗം കളം വരയ്ക്കേ. ശിവാനിയുടെ ദേഹം എവിടെയാണെന്ന് കണ്ടെത്തിയാൽ മതിയാവും. ശിവാനി, നോക്ക് അവിടെ എന്താ സംഭവിക്കുന്നേന്ന്. അയ്യോ, എന്റെ ദേഹം അവര് ചിതയിൽ കിടത്തിയിരിക്കുന്നു. ഇനി കുറച്ചു നേരത്തിനുള്ളിൽ എല്ലാം ഭസ്മമായി തീരാൻ പോവുകയാണ്. നിന്റെ ദേഹം അധികം വൈകാതെ തീയിൽ കത്തി അമരാൻ പോവുകയാണ്. ഇനിയും നമ്മൾ നേരം വൈകുകയാണെങ്കിൽ അത് തന്നെ സംഭവിക്കും. വേഗം പോകാം. പാവം, ഇപ്പൊ അന്ത്യക്രിയെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അത് കത്തിക്കോളൂ. അവസാനമായി പോയാ മുഖം ഒന്ന് കണ്ടിട്ട് വേടാ. ഇവളെന്താ എന്റെ കെട്ടിയോളോ അതോ കാമുകയോ? ആരെങ്കിലും കാണുന്നതിന് മുമ്പ് തീ കൊളുത്താൻ നോക്കടാ. കൊളുത്തടാ. നിർത്ത് നിർത്ത് നിർത്ത്. എന്റെ ദേഹം ദയവ് ചെയ്ത് അഗ്നിക്കിരയാക്കരുത്. അയ്യോ, ഞാൻ പറയുന്നത് അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. ശിവാനി, നമ്മൾ കുറച്ചു നേരം കൂടി വൈകിയിരുന്നെങ്കിൽ അവര് നിന്റെ ദേഹം കത്തിച്ചു കളയുമായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. നന്ദിയുണ്ട്, വളരെയധികം നന്ദിയുണ്ട് നീലി. വീര, ശൂര, നിങ്ങൾ അവരെ കൊല്ലാൻ പാടില്ലായിരുന്നു. അവരല്ലേ നിന്നെ കൊന്നത് ശിവാനി? ഇല്ല, അവരെന്നെ കൊന്നിട്ടില്ല. പാവങ്ങൾ ഞാൻ മരിച്ചു പോയെന്ന് കരുതിയാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഇന്ന് ഇവര് കാരണം നിന്റെ അസ്തിത്വം തന്നെ നശിച്ചു പോയേനെ. അല്ല, അവർ പാവങ്ങളാണ്. അവരുടെ ജീവൻ തിരിച്ചു നൽകണം. വീര, ശൂര, അവരുടെ ദേഹത്ത് നിന്ന് നിങ്ങളുടെ വിഷം ഇറക്കണം. ശിവാനി, ഇവര് പാവങ്ങളായിരിക്കാം, പക്ഷെ ഇതിനോടകം ഇവര് നമ്മളെ കണ്ടു കഴിഞ്ഞു. കണ്ടിരിക്കാം, പക്ഷേ അവരുടെ ഓർമ്മകൾ നശിപ്പിക്കാനുള്ള ശക്തി നമുക്കുണ്ടല്ലോ. ശരി ശിവാനി.
നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവിടെ എന്തിനാ ഈ കിടന്നേ? ഈ സ്ഥലം അത്ര പന്തിയല്ലെന്നാ തോന്നുന്നത്. വേഗം വേണം, രക്ഷപ്പെടാം. ഓടിക്കോ. ഓഹോ, ഇത്രയും വലിയ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെന്തായാലും വലിയൊരു ടീം തന്നെ ആയിരിക്കും. എസ്റ്റേറ്റ് വാങ്ങിയ ഈ ടീമുകളെ കുറിച്ച് മുതലാളി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് പുലികളാണെന്ന് തന്നെയാ തോന്നുന്നത്. ഓ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എന്നാ പിന്നെ അകത്ത് കടന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തേക്കാം അല്ലേ? ആരാ നീ? അത് പിന്നെ അത് ഞാൻ പുറത്തു വാ, പോടാ പുറത്ത്. എന്തിനാ തള്ളെന്ന് പറഞ്ഞാ പോരെ? ഒരു കാരണവശാലും ഇതേവരെ മുതലാളി പറഞ്ഞ പണികളൊന്നും ഞാൻ ചെയ്യാതിരുന്നിട്ടേ ഇല്ല. സെക്യൂരിറ്റിയെ പേടിക്കേണ്ടത് ഗേറ്റ് വഴി പോകുമ്പോ മാത്രമല്ലേ, മതിലാടി പോവാലോ. നമുക്ക് ഓപ്ഷൻ ആണില്ലാത്ത. എന്റെ അമ്മോ, എന്തൊരു വീടായത്! സ്വിമ്മിംഗ് പൂള് വരെയുണ്ട്. അല്ല, ഇതിന്റെ ഓണർ എവിടെയും കാണുന്നില്ലല്ലോ. ബാൽക്കണിയിലും കാണുന്നില്ല, താഴത്തും കാണുന്നില്ല. ഓണറാണോ അതോ ഓണറുടെ മകളാണോ? മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ. ഒന്നിങ്ങോട്ട് തിരികെ ഞാനൊന്ന് കാണട്ടെ. ആ നാടൻ പെണ്ണ് ഇവളായിരുന്നോ? അതെങ്ങനെ ശരിയാവും?